തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വൻകിട പ്രവൃത്തികളുടെ ഡിസൈൻ നിലവിൽ തയ്യാറാക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഖേനയാണ്. ഇതിനായി വലിയ ഫീസാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്നത്. പല തദ്ദേശ സ്ഥാപനങ്ങളും ഇത് സംബന്ധിച്ച പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിലവിൽ ജോലി ചെയ്യുന്ന യോഗ്യതയുള്ള എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക ഡിസൈൻ വിങ് രൂപീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബുകൾ സ്ഥാപിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓവർസിയർമാരുടെ നിയമനം നിലവിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്നാണ്. ഇത് ചില ജില്ലകൾക്ക് പ്രതികൂലമായിട്ട് മാറും. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെല്ലാം ഓവർസിയർമാരുടെ ഒഴിവുകൾ സ്ഥിരമായിട്ട് നിലനിൽക്കുകയാണ്, നികത്തപ്പെടുന്നില്ല. ഇത് പരിഹരിക്കുന്നതിനായി ഓവർസിയർമാരുടെ നിയമനം ജില്ലാടിസ്ഥാനത്തിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതിനെപ്പോഴും വരുന്നൊരു വലിയ പരാതിയാണ്. അതുപോലെ എഞ്ചിനീയർമാരുടെ ഒഴിവുകളും ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതും എപ്പോഴും ഉയർന്നു വരുന്നൊരു പരാതിയാണ്. ഇപ്പോ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എളുപ്പമുള്ള കാര്യമല്ല. കാരണം പേയിമാരായിട്ട് നിയമിച്ച ആളുകൾ പലരും ഒരു വർഷമൊക്കെ തികയുന്നതിന് മുമ്പ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. KSEBിയിലേക്ക്, വാട്ടർ അതോറിറ്റിയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയാണുള്ളത്. കാരണം അവർ പല ലിസ്റ്റിലും ഒരേ സമയം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാവുന്ന കാര്യം ജില്ലാടിസ്ഥാനത്തിൽ വിരമിച്ചവരുൾപ്പെടെയുള്ള എഞ്ചിനീയർമാരുടെ പാനൽ തയ്യാറാക്കുക എന്നതാണ്. ആ പാനലിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നികത്തുക. അടിയന്തരമായി എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒഴിവുകൾ പരിഹരിക്കാനുള്ള നടപടി. ഗവൺമെന്റ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ പ്രധാനമായും ദീർഘകാല നടപടികളെക്കുറിച്ചുള്ളതാണ്. അതും സർക്കാർ അതിൽ സാധ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ കുറെ കാലമായിട്ട് നേരിടുന്നൊരു പ്രശ്നമാണ് എഞ്ചിനീയർമാരുടെ ഒരു ക്ഷാമം തദ്ദേശ വകുപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. ഓവർസിയർമാരുടെ നിയമനം ജില്ലാടിസ്ഥാനത്തിൽ നടത്താനുള്ള നടപടി സ്വീകരിക്കും. പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം അവസാനിപ്പിച്ചതുകൊണ്ട് ആ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലുള്ളവരെ ഇപ്പോൾ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിക ഇല്ലാതിരുന്ന ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പുനർവിന്യസിച്ചിട്ടുണ്ട്. സീനിയർ ക്ലർക്ക്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലുള്ളവരെ പുനർവിന്യസിക്കുന്ന നടപടി നടന്നുവരുന്നു. കൂടാതെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെയും ചില തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധിക ജീവനക്കാരെയും പുനർവിന്യസിക്കും. ചിലയിടത്തൊക്കെ അധിക ജീവനക്കാർ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും പുനർവിന്യസിക്കും. ജീവനക്കാർക്കുള്ള പരിശീലനം സമയബന്ധിതമായും കാര്യക്ഷമമായും നടത്തും. സാധാരണ കിലയാണ് ഈ പരിശീലനം നടത്തിവരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മളൊരു പ്രത്യേകമായ സിലബസ് IMG ആവിഷ്കരിച്ച് IMGയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തിരുന്നു. സെക്രട്ടറിമാരെ കൂടുതൽ പ്രൊഫഷണൽ മികവുള്ളവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി പതിവ് പരിശീലനത്തിനപ്പുറം ഒരു പ്രത്യേക സിലബസ് ആവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പരിശീലനം നടത്തിയത്. ആ പരിശീലനം തുടരും. കിലയുടെയും IMGയുടെയും നേതൃത്വത്തിലുള്ള പരിശീലന നടപടികൾ തുടരും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ആളെ കിട്ടാത്തതുകൊണ്ടാണ്. വിരമിച്ചവരുടേതുൾപ്പെടെ എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ട് പ്രശ്നം അതിൽ വന്നിട്ടുണ്ട്, പ്രായോഗികമായിട്ടുള്ള പ്രശ്നം. ഒന്ന്, ഈ നിലവിൽ പേയി തസ്തികയ്ക്ക് ഇല്ലാത്തിടത്ത് പുതിയ ഒരാൾ, ഫ്രഷായിട്ടുള്ള ഒരാൾ വന്നാൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് തന്നെ സമയം വരും. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ വലിയ പരാതിയാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് വിരമിച്ചവരെ കൂടി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞത്.
മറ്റു വകുപ്പുകളിലെയാ? അല്ല, അതിപ്പോ സർക്കാർ അങ്ങനെ പരിഗണിച്ചിട്ടില്ല. അല്ല, നിലവിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഈ വകുപ്പിലെ പുനർവിന്യാസത്തെക്കുറിച്ചാണ്. ഏതാ? നിയമനം സാധാരണഗതിയിൽ നടക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോ എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രശ്നം പറഞ്ഞത് നിയമനം കിട്ടിയ ആളുകൾ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞതാണോ അതിനു മുമ്പുള്ള വർഷമാണ് 128 പേരെ എഇമാരുടെ നിയമനം നടത്തി. കിലയിൽ അവർക്ക് പ്രത്യേക പരിശീലനമൊക്കെ കൊടുത്തു. കാരണം തദ്ദേശ വകുപ്പിൽ എഇ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ പോലെയല്ല, കുറച്ച് സങ്കീർണമാണ്. അപ്പൊ അതുകൊണ്ടാണ് കിലയിൽ പ്രത്യേകമായ പരിശീലനമൊക്കെ കൊടുത്ത് ഇവരെ നിയമിച്ചു. ആ 128 പേരിൽ 93 പേരും ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് മറ്റു വകുപ്പുകളിലേക്ക് പോയി. ചിലരൊക്കെ പോയി ജോയിൻ ചെയ്തത് ഇതിനേക്കാൾ താഴ്ന്ന തസ്തികയിൽ, ഓവർസിയർ തസ്തികയിലൊക്കെയാണ് പോയി ജോയിൻ ചെയ്തിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട് അതിന്. അതിനാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനൊരു വിദഗ്ധ സമിതിയെ വെച്ചത്. അവർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് അത് പരിശോധിച്ച് വരികയാണ്. പല കാരണമുണ്ട്. ഒന്ന്, വർക്ക് ലോഡ് ഉണ്ട്. തദ്ദേശ വകുപ്പിലാവുമ്പോൾ വർക്ക് ലോഡ് കൂടുതലാണ്. ശമ്പളം കുറവാന്ന് ഞാൻ പറയില്ല, ഇതിനേക്കാൾ കൂടുതൽ മറ്റു പലയിടത്തുണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി. ഇവിടെ കുറവായതുകൊണ്ടല്ല, ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ്. അത് നിങ്ങളാരും മറന്നിട്ടില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അല്ലല്ല, ഫീസ് ഏകീകരിക്കാൻ പറ്റില്ല, അന്തരം കുറയ്ക്കുന്നതാണ് പറഞ്ഞത്. അതെ, ഇപ്പോ വലിയ അന്തരം ഫീസിന്റെ കാര്യത്തിൽ ഉള്ളതായിട്ട് ഒരു പരാതി വരുന്നുണ്ട്. ആ അന്തരം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും. നമുക്ക് വിശദമായി ചർച്ച ചെയ്തിട്ടാവാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അക്കാര്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിന് ഇതിന് പൊതുവായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള മാലിന്യ പ്രശ്നവുമായിട്ട് കൂടി നമ്മളിതിനെ ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ സർക്കാർ ഊർജിതമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നടന്നിട്ടുണ്ട്, ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷെ മാലിന്യ പ്രശ്നം വളരെ വലിയൊരു വെല്ലുവിളിയാണ്. ധാരാളം നടന്നിട്ടുണ്ട്. നടന്നതിന്റെ കണക്കൊക്കെ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. നല്ല നിലയിൽ തന്നെ ശുചീകരണം നടന്നിട്ടുണ്ട്. ഈ വർഷം ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായതും പറഞ്ഞിരുന്നല്ലോ. ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പെരുമാറ്റച്ചട്ടം മൂലമുണ്ടായ പ്രയാസം, ഇലക്ഷൻ കമ്മീഷന്റെ ചില നിയന്ത്രണങ്ങൾ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അസംബ്ലിയിലും പറഞ്ഞ കാര്യമാണ്. ആ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും നല്ല നിലയിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മരുന്ന് എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള അടിയന്തര സാഹചര്യം ഏതാ? ഇപ്പോ മരുന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ്. മരുന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. കുളം മാത്രമല്ല, പരിസരവും കുളവും എല്ലാം വൃത്തിയായിരിക്കണം. ജലസ്രോതസ്സുകൾ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ ലക്ഷ്യം വെച്ചാണ് സർക്കാർ നിയമ ഭേദഗതി തന്നെ കൊണ്ടുവന്നത്. മുനിസിപ്പൽ ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ടിലൊക്കെ ഭേദഗതി വരുത്തി ജലസ്രോതസ് മലിനമാക്കിയാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി മാറ്റിയത് ഈ വർഷമാണ് നമ്മൾ ഗവൺമെന്റ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. മാത്രമല്ല, ഫൈൻ ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. കേക്കൂ,
ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു ചോദ്യത്തിന് പറഞ്ഞ മറുപടി തോക്കിൽ കയറി പറഞ്ഞാൽ എങ്ങനെ? ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞത് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലിനമാക്കുന്നത് വൃത്തിയാക്കൽ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോലി. നിർബാധം മലിനമാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ സമയാസമയങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വൃത്തിയാക്കണം, ഒപ്പം മലിനമാക്കുന്നത് തടയുകയും വേണം. രണ്ടിനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വിട്ട ഭാഗം അദ്ദേഹം പൂരിപ്പിച്ചു. എവിടെ കന്നുകാലി കുളിപ്പിക്കുന്നത് തടയാൻ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാം. 2 തവണ ശുചിയാക്കി എന്നുള്ള കാര്യം ഇപ്പോ താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം കാര്യക്ഷമമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഒരു തവണയല്ല. സാധാരണ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന നിലയിൽ ഒരിക്കലാണ് നടക്കുക. ഇവിടെ 2 തവണ ശുചിയാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോ അല്ല, അത് ഒറ്റ സ്ഥലത്തായിട്ട് മാത്രമല്ലല്ലോ നടക്കുക. ശുചീകരണത്തിൽ ഉണ്ടായിട്ടുള്ള പൊതുവായ പുരോഗതിയാണല്ലോ അത് കാണിക്കുന്നത്. ശുചീകരണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യക്ഷമതയുടെ കൂടി ഉദാഹരണമാണ്. അല്ല, ഒരു കുളം മാത്രമായിട്ട് 2 തവണ പോയിട്ടാരും ശുചീകരിക്കാനിടയില്ല. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ശക്തമായിട്ടുള്ള മോണിറ്ററിംഗ് ഇക്കാര്യത്തിലുണ്ടാവും. ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ സ്വീകരിച്ച നടപടി. അത് വേറൊരു വിഷയമായതുകൊണ്ട് മാലിന്യത്തിന്റെ കാര്യത്തിലേക്ക് ഇപ്പൊ കടന്നിട്ടില്ല. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കുളത്തിൽ മാത്രം നിൽക്കുകയാണ്. കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറൂ. ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓരോ വാർഡിലും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഫീസില്ല, യൂസർ ഫീ ഇല്ല. അതെല്ലാവരെയും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ വാർഡിലും ഇത് അടയ്ക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ അവരുടെ യൂസർ ഫീ തദ്ദേശ സ്ഥാപനം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹരിതകർമ്മസേന ഒരു സംരംഭക മോഡലാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭക മാതൃകയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പൊ അവരുടെ വരുമാനം ഈ യൂസർ ഫീ ആണ്. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനത്തിന് അർഹരായവരെ ഒഴിവാക്കാം. അതിനിപ്പോൾ തന്നെ വ്യവസ്ഥയുണ്ട്. സർക്കാർ ഒഴിവാക്കേണ്ട കാര്യമല്ല. സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് ഒഴിവാക്കാൻ. അതിദരിദ്രരല്ലാതെ ആരെയെല്ലാം ഒഴിവാക്കുന്നോ അവരുടെ യൂസർ ഫീ തദ്ദേശ സ്ഥാപനം കൊടുക്കണം. കാര്യം വ്യക്തമായില്ലേ? വ്യക്തതയുണ്ട് കാര്യങ്ങളിൽ. കുറച്ചുകൂടി കാര്യങ്ങൾ ഉപാധികൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ പൊതുവിൽ ഉപാധികൾ എന്ന് പറഞ്ഞത്. അതായത് ദൂരപരിധി നിശ്ചയിക്കേണ്ടി വരും. 200 മീറ്റർ എന്നാണ് കണ്ടിട്ടുള്ളത്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതേ ഉള്ളൂ. ആരുടെ കാര്യത്തിലാണ്? ക്ലീനിങ് സ്റ്റാഫിന്റെ. അവരുടെ കാര്യത്തിൽ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക കാര്യം പരിശോധിച്ച് ചെയ്യും. ഇപ്പോൾ തന്നെ അവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും മറ്റും ലഭ്യമാക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശദമായി പരിശോധിച്ച് സാധ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കും.
അതാണ് ഞാൻ ഈ തദ്ദേശ വകുപ്പായതുകൊണ്ട് ആർക്കും ഒരു ചൂടുണ്ടായിരുന്നില്ല ഇതുവരെ. ഒരു താല്പര്യവും നിങ്ങൾ ആരും കാണിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ചൂട് പകരണമെങ്കിൽ അതിലേക്ക് കടക്കണമെന്നുള്ളതാണ് സ്ഥിതിയെന്ന് തോന്നുന്നു. അതാ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, അത് തയ്യാറായി കഴിഞ്ഞാൽ മറ്റാരോട് പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളോടായിരിക്കും പറയാന്നുള്ളത്. നിങ്ങളെ അറിയിച്ച ശേഷം വേറെ ആരെയും അറിയിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞ തദ്ദേശ വകുപ്പായതുകൊണ്ട് ഒട്ടും ഒരു ഊർജ്ജസ്വലത കാണുന്നില്ല. വകുപ്പ് മാത്രമേ ഉള്ളൂ, മദ്യനയം ഇല്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യവും കാണുന്നില്ല. ശരി.